ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങളൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ ഒരു സൈറ്റിൽ ചെന്ന് നിങ്ങളിപ്പോൾ ഒരു എയർടെല്ലാകാം, ജിയോയിലാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ടോ ചെന്ന് നമ്മളൊരു ഒരു സൈറ്റിൽ ചെന്നപ്പോൾ അവിടെ നമ്മളൊരു റൗട്ടർ വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണെങ്കിൽ ഒരു മോഡം ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റൗട്ടർ വയ്ക്കുമ്പോൾ പലപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ് അവർക്ക്, അതായത് ആ കസ്റ്റമർക്ക് അവിടെ ഉപയോഗിച്ചിരുന്ന CCTV ക്യാമറ, അത് ചിലപ്പോൾ വൈഫൈ ക്യാമറയാകാം, അല്ലെങ്കിൽ നോർമൽ DVR അല്ലെങ്കിൽ NVR ക്യാമറകളാവാം. ഇത്തരം ക്യാമറകളുടെ കണക്ഷൻ കട്ടാവുന്നത്. സാധാരണഗതിയിൽ ഈ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ഇത്തരം ടെക്നീഷ്യന്മാർ അത് CCTV ചെയ്യുന്ന ആളോട് പറഞ്ഞാൽ മതി, നമ്മളുടെ പണി ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടി, ആ ഒരു പുതിയ മോഡത്തിലോട്ട് വെച്ചു, അല്ലെങ്കിൽ പുതിയ റൗട്ടറിലോട്ട് വെച്ചു, അത് ആക്ടിവേറ്റ് ആയി, ഇനി അതൊരു CCTV കാരനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ CCTV ആരാണോ ചെയ്തത് അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നോർമൽ ടെക്നീഷ്യന്മാർ പോകാറ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അത് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പഴയ ഒരു വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യണ്ട, വളരെയധികം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിലിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ CCTV ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ, നോർമലി അവർ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ, ഒരു DVR കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ NVR കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ DHCP ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. DHCP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏത് IP ആണോ അതിന് വരുന്ന ആ IP വെച്ചിട്ട് അത് വർക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ ടെക്നീഷ്യന്മാരെല്ലാം ആ ഒരു ക്യാമറ ഓഫ്ലൈനിൽ പോകുന്ന ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതൊരു സ്റ്റാറ്റിക് IP, അതായത് നോർമലി ഒരു IP ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് കൊടുക്കുന്നത്. IP അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കായിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഈ റൗട്ടർ മാറ്റുമ്പോൾ അല്ലെങ്കിൽ മോഡം മാറ്റുമ്പോൾ ഈ ഒരു പുതുതായിട്ട് വയ്ക്കുന്ന ആ ഒരു LAN IP, ഗേറ്റ്വേ IP, അതുമായിട്ട് മിസ്മാച്ച് വരികയും അപ്പോഴാണ് ഈ കണക്ഷൻ കട്ടാകുകയും ചെയ്യുന്നത്. ഇനി ഇത് വൈഫൈ ക്യാമറയിലോട്ട് വരുമ്പോൾ അറിയാം, വൈഫൈ ക്യാമറ പെയർ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മോഡത്തിൻ്റെ പാസ്വേഡ് വെച്ചിട്ടായിരിക്കും ആ വൈഫൈ ക്യാമറ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വൈഫൈ ക്യാമറ നമ്മളൊന്ന് മോഡം ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേര് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വരുന്നൊരു ഇഷ്യൂമാണ്. അപ്പോൾ വൈഫൈ ക്യാമറകൾ വർക്ക് ചെയ്യാത്തതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരു മോഡ് അവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു ടെക്നീഷ്യനാണ് ഒരു മോഡം ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റൗട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴോ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ആ ഒരു വൈഫൈയുടെ അതേ പേരും അതേ പാസ്വേഡും കിട്ടുകയാണെങ്കിൽ, അതായത് നമുക്കത് ഓണാണെങ്കിൽ നമുക്കത് കിട്ടും, അറിയാം, ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഇൻ്റർനെറ്റ് വേണമെന്നില്ല, ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. എക്സാക്റ്റ് പേര്, അതായത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും പോലും തെറ്റരുത്, എക്സാക്റ്റ് പേരും എക്സാക്റ്റ് പാസ്വേഡും നമ്മൾ ആ കോപ്പി ചെയ്തെടുത്തിട്ട് പുതിയ ആ വയ്ക്കുന്ന റൗട്ടറിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വൈഫൈ ക്യാമറകളൊന്നും കട്ടാവില്ല, ഇതെല്ലാം വർക്ക് ചെയ്തോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അവിടെ തന്നെയാണ് വയ്ക്കുന്നത്, അതേ പേരും അതേ പാസ്വേഡും തന്നെ ഈ ഒരു പുതിയ റൗട്ടറിനും മോഡത്തിനുമായിട്ട് ഇടുക. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി നിങ്ങളവിടെ ചെയ്യുകയാണെങ്കിൽ, വൈഫൈ ക്യാമറ കൂടാതെ DVR NVR പോലുള്ള നെറ്റ്വർക്കിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോമേഷൻ്റെ ഡിവൈസുകൾ, അല്ലെങ്കിൽ ഡോർ ആക്സസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കട്ടാവാതെ, ഈ ഒരു അറ്റൻഡൻസ് മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ടാവാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ആ ഒരു സീരീസ് ഓഫ് IPയുടെ ആ ഒരു ഇതിലായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർമലി നമ്മൾ കണ്ടേക്കുന്നത് 192.168.1.1 അങ്ങനെയായിരിക്കും ആ ഒരു ഗേറ്റ് IP നോർമലി മോഡത്തിന് വരാറ്. ചിലതിൽ റൗട്ടേഴ്സൊക്കെ ആണെങ്കിൽ 0.1 ആയിരിക്കും വന്നേക്കുന്നത്. ഇനി അതല്ല, ഇപ്പോൾ ജിയോൻ്റെയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 29. അതായത് 192.168.29.1 ആ ഒരു സീരിയലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഓരോ ISP അനുസരിച്ചോ അല്ലെങ്കിൽ ഓരോ റൗട്ടറിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ അനുസരിച്ചോ ഈ ഗേറ്റ് വ്യത്യാസം ഉണ്ടാകും. എല്ലാത്തിൻ്റെ ഒരു വില ആയിരിക്കില്ല ഇതിൻ്റെ LAN IP വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ മാറ്റാൻ പോകുന്നതിൻ്റെ ആ ഗേറ്റ് IP ഒന്ന് കണ്ടുപിടിക്കുക. എത്ര വലിയ പാടുള്ള സംഭവമല്ല, ജസ്റ്റ് നമുക്ക് വൈഫൈ സെറ്റിങ്സിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും ഗേറ്റ് IP എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. എത്രയാണ് ഈ 1.1 ആണോ 2.1 ആണോ 0.1 ആണോ 29.1 ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന റൗട്ടർ അല്ലെങ്കിൽ മോഡത്തിൽ അതിനകത്തും LAN സെറ്റിങ്സ് ഉണ്ടാവും. ആ LAN സെറ്റിങ്സിൽ ജസ്റ്റ് അത് മാറ്റിയിട്ട്, അതായത് 1.1 ആണ് മാറ്റിയേക്ക് അവിടെ 29.1 ആണ് ഇരിക്കണമെങ്കിൽ ആ 29.1 ഇട്ടിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. ബാക്കി കോൺഫിഗറേഷൻ ഒന്നും മാറ്റണ്ട. എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ജസ്റ്റ് ഈ LAN IP മാറ്റിയിട്ട്, അതായത് ഈ ഒരു ഗേറ്റ്വേ IP, ആ ഗേറ്റ്വേ IP മാറ്റിയിട്ട് നമ്മൾ ആ ഒരു IP കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഉള്ള ബാക്കി ഡിവൈസുകളുടെ എല്ലാ IP ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള IP ആയിരിക്കും. അതായത് ഇത് വെച്ചിട്ടുള്ള IP ആയിരിക്കും. ഇപ്പോൾ 29.1 ആണെങ്കിൽ 29.3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സീരീസിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം, ആ ഗേറ്റ്വേ IP മാത്രം ഒന്ന് ജസ്റ്റ് ഈ പുതിയ റൗട്ടറിലോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ താഴത്ത് തന്നെ ഗേറ്റ്വേ IP ചോദിക്കും, അതിൻ്റെ DNS ചോദിക്കും, സബ്നെറ്റ് ചോദിക്കും, ഗേറ്റ്വേ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അതായത് ആ ഒരു IP പൂൾ ഏതാണെന്നൊക്കെ ഉള്ളത്. അതനുസരിച്ചിട്ടൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ആ IP മാറ്റിയ പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത്
മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വൈഫൈ പേരും പാസ്വേഡും എക്സാക്റ്റ് പഴയത് തന്നെ പുതിയതിൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ IP ഗേറ്റ് വേ IP യും ഈ പഴയതിൻ്റെ പോലെ തന്നെ പുതിയതിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവും. ഈ ഒരു കാര്യം പ്രശ്നമില്ല. അതായത് നമ്മൾ എന്തൊക്കെ ഡിവൈസ് അവർ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്തിരുന്നോ അതെല്ലാം വർക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നമ്മളിതെല്ലാം ചെയ്യാതെ ജസ്റ്റ് മോഡം മാറ്റിയിട്ട് ഓക്കെ പറഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കസ്റ്റമർ അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ കസ്റ്റമർ ചെയ്തോട്ടെ, നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് പോരാനാണെങ്കിൽ അങ്ങനെ പോരാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസൊക്കെ ആയിട്ട് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ബിൽഡപ്പ്, ആ ഒരു ബോണ്ടിങ് ഒക്കെ വേണമെങ്കിൽ ഇത്തരം സർവീസുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ഡിവൈസുകളൊന്നും ഓഫ്ലൈനിൽ പോവുകയും അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.